ഇരിക്കുകയാണ്. വിശദാംശങ്ങളോട്ടേക്ക് പിന്നെ വരാട്ടോ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പവനൂരിൽ പ്രവേശിക്കുകയായി. മലേഷ്യയിലെത്തി. ഇനി ഇവിടെ നിന്നാണ് ബ്രൂണൈക്ക് പോകേണ്ടത് കേട്ടോ. നമ്മളിവിടെ എത്തി. നമ്മുടെ ഡെസ്റ്റിനേഷനിൽ ലാൻഡ് ചെയ്തു. യെസ്, റീച്ച്ഡ് ബ്രൂണൈ. ഞങ്ങൾ വന്ന വിമാനം കേട്ടോ. ഇനി ബാഗേജ് കിട്ടണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ആഗ്രഹിച്ചിരുന്ന, ഞാൻ 10 വയസ്സ് വരെ വളർന്ന ബ്രൂണൈയിലെത്തി. ഇതാ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് പുറത്തേക്ക് പോകണോ. ഓരോ ആൾക്കാരാണ് കിടക്കണേന്ന്. അപ്പം ഞങ്ങൾ റിസീവ് ചെയ്യാനും ആളുണ്ട് കേട്ടോ. സ്ട്രീറ്റ് ലൈറ്റേഴ്സ് ആൻഡ് ജസ്റ്റ്. We are very happy that these people from Kerala are here. They have landed in the capital of Brunei Darussalam, Bandar Seri Bhagwan International Airport. വീടുകളാണ് നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെയാണ് കേട്ടോ. ഈവൻ വെദർ ഇറ്റ് ഈസ് സോ വെരി സിമിലർ ടു അവർ പ്ലേസ്. രാവിലെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. നോക്ക് ഞങ്ങൾ ബില്ലൊക്കെ അടിക്കുന്നു. ഇതാ ഞങ്ങൾ ഇറങ്ങുന്നു. ഒരു ക്വിക്ക് ഷോപ്പിംഗ്, ചായക്കുള്ള കാര്യം. എല്ലാവരെയും എടുത്തിട്ട് എന്നെയും കൂടെ എടുത്തില്ലെങ്കിൽ കഷ്ടമല്ലേ. കണ്ടോ ഞങ്ങൾ ഫുൾ സ്വിങ്. ബാങ്കിൽ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലെത്തിയിട്ടോ. ഫ്രണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കൽ കണ്ടിട്ടുള്ളൂ. പിന്നെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. അവരുടെ ഹസ്ബൻഡ് നിൽക്കുന്നു. ഫ്ലൈറ്റ് വാസ് ശരിയായില്ല. കൊച്ചിയിൽ അവരുടെ വീട്ടിലിരിക്കുകയാണ്. ഷൈലയുടെ ഹസ്ബൻഡ് ഇതാ ഇപ്പോഴും അറിഞ്ഞേട്ടോ. നമ്മുടെ പ്രേം നസീർജിയുടെ എന്താ പറയാ, ഡയറക്റ്റ് ഡെബ്യൂ ആണ്. എനിക്ക് ഇഷ്ടമുള്ളൊരു ഫിലിം ആക്ടർ ആയിരുന്നു. ഈവൻ നൗ ആരാന്ന് ചോദിച്ചാ അദ്ദേഹത്തിന്റെ കട്ടിലേ നോക്കിയേ. Uncle Verma. Yeah, this is Verma. Uncle Verma. Uncle Verma, yeah. Then this one is the Unda movie. Yes. Undago. Happy, okay? So happy for the beautiful evening. I know you are so busy going to Chennai, right? So, ഇതാ ഞങ്ങളെ ജിയാന വാവ. കണ്ടോ വാവ കുട്ടാ. Bye, good night. Thank you. Okay, bye-bye. Well, we started our day 2 in Brunei. Let's see what we are going to explore, right? Okay. Yeah. Water village. Water village is a police station. Of course, an amazing journey through the water, covering the world's largest water village. Yes, thank you, Raji. Arid, this is open. ഇതൊക്കെ വരുമ്പോൾ എവിടെയൊക്കെയോ ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് നമ്മൾ പോയിട്ടുണ്ടല്ലോ. അങ്ങനെ എവിടെയൊക്കെയോ പോയ പോലത്തെ ഒരു ഓർമ്മ ഇങ്ങനെ വരുവാണ്. അപ്പം അങ്ങനെ ആട്ടെ. സിറ്റിയുടെ ഹാർട്ടിൽ കൂടെയാണോ നമ്മൾ പോണത്? ശരിക്കും ഇതൊരു ടൗൺ ആണ്. ഓക്കെ, ഞങ്ങളൊരു ട്രാഫിക് സിഗ്നലിൽ കിടക്കുക. നിറച്ച് തെങ്ങ് നോക്കിയോ വീട്ടില്. കേരളം തന്നെയല്ലോ. എല്ലാം നോക്കൂ. ചില ഏരിയ പോയി കഴിഞ്ഞാൽ വയനാട് പോലെ തോന്നും. ബീച്ചില് വൈകുന്നേരം ഇറങ്ങണം. നല്ല വെയിലാണ്. ബൈ ടുട്ടോങ് ബീച്ച്. ബൈ. ഉള്ളിലെ പൂളിലേ കടല്. വൈഫൈ ഒക്കെ എടുക്കാം. കൃഷ്ണ ഗുരുവായൂരപ്പ. ഇത് നോക്ക്, ഞാൻ കുഞ്ഞുനാളിൽ ജീവിച്ച വീട്ടിലേതോ ഈ ഏരിയയിലാട്ടോ. നോക്കൂ, ആ വീട് അങ്ങനെ തന്നെ നിൽക്കുന്നു. എൻ്റെ ഫ്രണ്ട് ഷൈല ബീഗം പറഞ്ഞു, സുമ ദ ഹൗസസ് ആർ ദേർ. ശോഭ, നീ ഓർക്കുന്നുണ്ടോ ഈ വീട്? ഇങ്ങനത്തെ ഒരു വീട്ടിൽ തന്നെയല്ലേ നമ്മൾ താമസിച്ചത്? നോക്കൂ, സന്തോഷാന്ന് പറയാൻ പറ്റണില്ലേ? ചേട്ടന് സന്തോഷമുണ്ടോ? 10 വയസ്സ് വരെ ജീവിച്ച സ്ഥലമാണ്. ഷെൽ പ്രോപ്പർട്ടിയുടെ അകത്തൂടെ പോകും. എത്ര വാസ്റ്റ് ഏരിയ ആണ്. എനിക്ക് ശരിക്കും കുറെ ഓർമ്മകൾ വരുന്നുണ്ട്. അന്നും ഇതുപോലെ കാടുണ്ടായിരുന്നു. ഈ കാടപ്പം ഈ കാടുകളൊക്കെ ഉണ്ടല്ലോ ഏട്ടാ, അന്നും ഇവര് മെയിൻറ്റെയിൻ ചെയ്യും. നമ്മൾ കളിച്ച കടല് ദേ കിടക്കണം കേട്ടോ.
പക്ഷെ ഇതിന്റെ പേര് ഞാൻ തെറ്റിച്ചാ പറഞ്ഞത്. അന്ന് എനിക്ക് എല്ലാവരും അങ്ങനെയാ പറഞ്ഞു തന്നെ. ഇപ്പൊ പറയണു ഇത് സൗത്ത് ചൈന സീ എന്ന് പറയുന്നത്. എന്താ പറയണ്ടെന്ന് അറിയില്ല. ചേട്ടൻ സന്തോഷം, ആനന്ദം, സംതൃപ്തി. 10 വയസ്സ് വരെ വളർന്ന സ്ഥലം. സപ്തതി കഴിഞ്ഞ ഞാനായി സഞ്ചരിക്കുന്നത് അല്ലേ. ഫുഡ് കോർട്ടാണ്. അപ്പൊ കണ്ടോ, ഓരോ ഫുഡ് കോർട്ടിന്റെ അവിടെ പുകക്കുഴലും ഇങ്ങനെ പുറത്തോട്ട് വെച്ചിരിക്കുക. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് കഴിക്കാൻ പോവാണ്. നോക്കൂ, ദീസ് ഗൈസ് ആർ മേക്കിംഗ് ദീസ് തിങ്സ്. So we are going to try the non-veg snack item today evening. നല്ല സന്തോഷം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നോക്കി ഉണ്ടാക്കണത് പഴയ ഓർമ്മകൾ പുതുക്കുന്നു. ഭയങ്കര നൊസ്റ്റാൾജിയ തോന്നുവാണ് കേട്ടോ, ഗൃഹാതുരത്വം ഇതൊക്കെ കണ്ടപ്പം. ആ നോക്കി, ലോബ്സ്റ്ററൊക്കെ ഇരിക്കണുണ്ടോ? മെനു ഒക്കെ അടിപൊളിയാ. നോക്കൂ 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 നോക്കൂ. ഹെൽത്തി ഫുഡ്, ഹെൽത്തി ഫുഡ്, ഹെൽത്തി ഫുഡ്, ഓൾ ആർ ഹെൽത്തി ഫുഡ്. സാത്തേ സോസ്. ഞങ്ങളിത് ബ്രൂണൈ ഡിഷാണ്. നെയിം ഓഫ് ദിസ് ketupat. Ketupat. മനസ്സിലായി. കഴിച്ചു നോക്കട്ടെ. ഈ ഒരു സോസിൽ മുക്കി പീനട്ട്, ഇത് നമ്മുടെ കപ്പലണ്ടിയും സ്പൈസും ഒക്കെ ചേർത്തിട്ടുള്ളതാണ്. അടിപൊളിയാണ്. We started day 3 exploring, and in our hotel there is no breakfast. So we come outside to a restaurant and enjoy the seafood koityo, garlic bread, and the pav here, and of course black coffee. Of course this trip is worth it. Yeah, we feel that it is great. Coming up with a lot of childhood memories. ഞങ്ങളുടെ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ താമസിക്കുന്നത്, സീ വ്യൂ ഹോട്ടൽ. അതിന്റെ പുറകിൽ തന്നെയാണത്. ഷെൽസ് നോക്കി, ഇതിനെയൊക്കെ ഞങ്ങൾ അങ്ങനെ കുഞ്ഞുനാളിൽ നമ്മൾ കളിച്ച് കുളിച്ച് വളർന്നെടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ എത്തിയിരിക്കുവാണ്. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ് ഫോർ വാച്ചിങ്. ഞങ്ങളങ്ങനെ ഹോട്ടലിലേക്ക് അങ്ങ് കയറുവാട്ടോ. രാവിലെ കടലിലെ കുളിയൊക്കെ കഴിഞ്ഞു, റെഡി മണി. നാട്ടിൽ നിന്ന് വന്നതേ ബ്രൂണയിൽ വന്നിട്ട് തേങ്ങയോ തേങ്ങ എല്ലാം നിന്ന് കിടക്കുക. ഇതാ ഞങ്ങളുടെ 3rd ഡേ. റോഡിലൂടെ ഡ്രൈവ് തുടങ്ങി. ഇത് ശ്രീ ബാബുരാജ് സാറാണ് ഞങ്ങളുടെ സാരഥി. സോ കൈൻഡ് ഓഫ് യു സർ. യെസ്, ആൻഡ് വി ആർ ഇൻസൈഡ് ദ ഷെൽ compound again. These are all shell houses. All അവിടെയും കുറെ കൂട്ടുകാരും. എവിടെ പോയാലും ഫ്രണ്ട്സ് മേക്കിംഗ് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇഷ്ടം. ഇവിടുത്തെ പഴയ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു 10-65 വർഷമെങ്കിലും പഴക്കം കാണും. കാര്യം എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ ഓർക്കണുണ്ടല്ലോ ഈ വീടുകൾ. അവളും പഠിച്ചു. അവള് പക്ഷെ 1 ക്ലാസ് 2 ക്ലാസ് താഴെയായിരുന്നു. 1.5 വയസ്സല്ലേ. Saint Angela's Convent. We are inside. Luxurious waiting place. സ്കൂൾ ഗാർഡൻ ഒക്കെ കണ്ടോ? ഈ ബിൽഡിംഗ് ഒക്കെ ഉള്ളതായിട്ട് തന്നെ ഞാൻ റിമെമ്പർ ചെയ്യുന്നു കേട്ടോ.
ഞാൻ പഠിച്ച സ്കൂളിലെ ലൈബ്രറി 61 കൊല്ലം മുമ്പ് ഇവിടെ നിന്ന് പോയതാ. ഇപ്പത്തെ ഇത്രയും നാൾ കഴിഞ്ഞപ്പോ ഇത്രയും പുസ്തകം ഗിഫ്റ്റ് ചെയ്യാൻ വന്നിരിക്കുക. ടുഡേ ഇസ് ദ 3rd ഡേ വി ആർ എക്സ്പ്ലോറിംഗ് ഹിയർ. Not in KB, we were in Bandar. Yeah. So So nice I day. wish at least one person connected to be found. Please accept this. Yes, thank you so much. Yeah. Bye. Bye. Anthony Abel College. Okay. കീഴില അല്ലേ ഈ സ്കൂൾ? ഇതാണ് ബാബുരാജ് സാറിന്. ഓ എന്ത് നല്ല സുഖം ഇതിനകത്ത് കയറിയപ്പോ. ബ്രൂണൈ വിഷൻ നോക്കി 2035. ചെറിയൊരു കൊച്ചു പട്ടണമാണ് സെറിയ. അവിടെയാണല്ലോ ഞാൻ ഈ വളർന്നതും എല്ലാം. പറഞ്ഞ പോലെ കുഞ്ഞാവയായിട്ട് ഇവിടെ അല്ലേ ഉണ്ടാക്കി. ലഞ്ചിന് ഇവിടെ വന്നിരിക്കുവാണ്. ശോഭ ഇത് കണ്ടോ, നമ്മൾ റബീനയുടെ കഥ പറഞ്ഞപ്പോ എന്തേ ബാബുരാജ് സാർ മേടിച്ചു തന്നത്. ഇങ്ങനെ സന്തോഷിക്കാതിരിക്കാതെ റബീനയുടെ കൂടെ ചോക്ലേറ്റും കിട്ടി. ഇത് കണ്ടോ, ബ്രൂണൈ ഈസ് ദ സിറ്റി ഓഫ് ഓയിൽ ആണ്. നല്ല ഭംഗിയുണ്ട്. ഇതേപോലെ അല്ലെങ്കിലും ഇവിടുത്തെ വാട്ടർ എല്ലാം ക്രോക്കഡൈൽ. ഈ പാർക്കിലും പണ്ട് വന്നിട്ടുള്ള പോലെ തന്നെയുണ്ട് കേട്ടോ. ഷീറ്റൊക്കെ വിരിച്ച് എവിടെയൊക്കെ ഇരുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിക്കുമായിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങുവാണ്. യെസ്, ബൈ ബൈ. വീണ്ടും ഷെൽക്കോയുടെ അകത്ത് കൂടി നമ്മൾ പോകുന്നു. ഗവൺമെന്റ് ഓഫ് ബ്രൂണൈ. ഓക്കെ, അണ്ടർ ഷെൽ കമ്പനിയാണ്. ഷെൽ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. അന്ന് കണ്ടത് ആ പടം ഇടയ്ക്കെടുത്തൊന്ന് ഇടാം. ശരിക്കും പറഞ്ഞാൽ ടൈൽഡ് ബിൽഡിങ്ങിലായിരുന്നു അന്നത്തെ ഹെഡ് ഓഫീസ്. അപ്പുറത്ത് ചെന്നപ്പോഴും നമ്മൾ ഇത് 2-3 വീട് കണ്ടു. അല്ലാന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ട് വന്നത്. ഇതാണ് ഞങ്ങളിരിക്കുന്ന റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ലുക്ക് അറ്റ് ദ ഡെക്കറേഷൻസ്. വാവ്. And we are going to have dinner here tonight. ഡിന്നർ വിശേഷമാണ് കേട്ടോ. കൊയ്ക്കോ നമുക്ക് ഭയങ്കര ഇഷ്ടം. സീ ഫുഡാണ്. ചിക്കൻ സൂപ്പ് ഉണ്ട്. ഇത് ഫിഷ് ബോൾസ് ആണ്. ഒരു ഡെസർട്ട് ചോദിച്ചപ്പോൾ ഇത്രയും വലുതാണെന്ന് കരുതിയില്ല. അപ്പം ഞങ്ങൾ ഇത്രയും മതി നമുക്ക്. ഓക്കെ, ദിസ് ഈസ് അവർ ഡിന്നർ. വി ആർ ഗോയിങ് ടു എൻജോയ്. ഇതാണ് ഫ്രണ്ട് വ്യൂ. ഞങ്ങൾ താമസിക്കുന്ന സീ വ്യൂവിൻ്റെ. ഒന്ന് വൈകുന്നേരം നടക്കാൻ ഇറങ്ങുവാണേ. നടന്നിട്ടൊക്കെ വരട്ടെ. ഞങ്ങൾ 4th ഡേ ഈവനിങ് തമ്പറോങ് ബ്രിഡ്ജിൽ കയറി. പിന്നെ നൈറ്റ് മാർക്കറ്റാണ്. ഇത് രാവിലെയാണ്, ഉച്ചയ്ക്ക്. രാവിലെ മലയാളി അസോസിയേഷൻ്റെ ഒപ്പം. ഇത് 4th ഡേ ആണ് എമിയുടെ ഒപ്പം. ഞങ്ങൾ സെയിൻറ്റ് ഏഞ്ചലാസ് കോൺവെൻറ്റിലായിരുന്നു. ശ്രീ ബാബുരാജ ഞങ്ങളെ കൊണ്ടുവന്നത്. സെയിൻറ്റ് ഏഞ്ചലാസ് സ്കൂൾ. ഞാൻ ബോർഡിൻ്റെ മുന്നിൽ നിന്ന് ചെറുതിലേ പഠിച്ച ഓർമ്മയ്ക്ക്. ഇത് സ്കൂളിൻ്റെ തന്നെ കോമ്പൗണ്ട്. അതെ, അടിയിലും മഞ്ഞും കൂടെ ഞങ്ങളെ കൊണ്ടുവന്നു. ഞങ്ങളെ ഗംഭീരമായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളതേ ഹാൻഡ് ഓവർ ചെയ്യാൻ വന്നു. ഡ്രൈവറിന്റെ കൂട്ടത്തിലാണ് സന്തോഷ് ജോർ പറയുന്ന പോലെ. രാജീവാണ് ഞങ്ങൾ അവിടെ കൊണ്ടാക്കിയത് KB-യിൽ. സോ ഹീസ് ഹിയർ ഇൻ ബെൻഡർ. കൈമാറാൻ പോണു. നമുക്ക് മഞ്ജു ഒരു ഫോട്ടോ എടുക്കണം 5 പേർ കൂടെ. ഓക്കെ, അടുത്തൂടെ നല്ലതാണ്. ഓ മൈ ഗോഡ്, ഇതെനിക്ക് കിട്ടിയില്ലായിരുന്നു. ബ്രൂണൈ ഇന്റർനാഷണൽ എയർപോർട്ട്. സൂപ്പർ. ടർക്കി എംബസിയുടെ ഒരു പ്രൊവിഷൻ കണ്ടോ. ഇന്ന് ഞങ്ങൾ ജെസ്സിയുടെ വീട്ടിലാണേ. ജെസ്സി ടൈറ്റസ് ആൻഡ് ഡാനി. We are the guest here. നോക്കൂ ജെസ്സി എന്താ ഉണ്ടാക്കി വെച്ചിരിക്കണേ നോക്കൂ. നമ്മളെ നെയ്മീൻ വറുത്തത് നിറച്ചുണ്ട് കേട്ടോ. പിന്നെ അവരെ വീട്ടിലെ മാങ്ങ നോക്കിയേ. ജെസ്സിക്കുട്ടി മാങ്ങ ചെത്തന ഉണ്ടോ. ഇനി എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്കറിയാലോ, ഇന്നലെ ഞാൻ കാണിച്ചു തന്നില്ലേ, എനിക്ക് ഫിഷ് ഹെഡാണ്. ഈ ഫിഷിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, വേർ ഇസ് ദ ഫിഷ് ഹെഡ്? പാല് പൊങ്ങിയതാ ഞാൻ ഉച്ചയെടുത്തത്. ഇത് നോക്കിയേ, നല്ല ഫിഷ് ഹെഡ് മുളകിട്ട് വെച്ചിരിക്കുന്നത്.
സൂപ്പർ കേട്ടോ ജെസ്സി, താങ്ക് യു. എങ്ങൊന്നും ഒന്നും കഴിക്കില്ല, എങ്ങൊന്നും ഒന്നും കഴിക്കില്ല. രാത്രി തിരിച്ച് ഡിന്നറിന് ഇവിടെ എത്തും. ഓക്കെ, ഞങ്ങൾ നൈറ്റ് മാർക്കറ്റിലെത്തി. അതിൻ്റെ പേരാണിത്, ഖസർ അൽ ബഗായ് നരങ്ങൻ ഗഡാം പ്ലേസ് ആണ്. വി ആർ സ്റ്റാർട്ടിങ് ദ നൈറ്റ് മാർക്കറ്റ് യൂസ്. നോക്കിയേ എൻ്റെ പൊന്നെ, നിറച്ച് റംബുട്ടാനും. വേണം ഇരുപതോ എടുക്കണോ? ഞങ്ങളുടെ മടക്കമാണ്. അതേ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാമെന്നുണ്ട് രാജ്പിള്ള കൗണ്ടറിൽ. തലേ ദിവസം 5-ാം ദിവസം എത്തി ഇതേ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് വൈകിട്ട് ഒരുപാട് പരിപാടി കിടപ്പുണ്ട് കേട്ടോ. ഒക്കെ നമുക്ക് കാണാം കേട്ടോ ബ്രൂണൈ ഡയറിയിലൂടെ. Message, daily acts of kindness. Kando, say kind words to yourself, share an activity you love, listen attentively, give your best effort, be friendly and generous, encourage someone, find something that brings joy, give a compliment to a friend and offer your help. Yeah, we have to cultivate all this and take it throughout our life for a successful, beautiful life journey. നോക്കി, ഒരു മരം കണ്ടതാണ്. നേരത്തെ നമ്മളൊരു ചെറിയ മരം കണ്ടല്ലോ, ഇതിപ്പോ ലിച്ചി ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ ഇത് കുഞ്ഞുങ്ങൾക്ക് പറിക്കാമോ? കണ്ടോ, കുഞ്ഞുങ്ങൾക്കൊക്കെ വന്ന് പറിക്കാന്നാ പറയുന്നത്. നോ കൺട്രോൾ അറ്റ് ഓൾ. അത് കൊള്ളാലോ, കുട്ടികൾക്കാണെങ്കിലും. നോക്കിയേ, okay friends, our last day in Brunei Darussalam, the 6th day, start of the day with a great breakfast. Okay ta breakfast yes sure. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങി കേട്ടോ. അതെ, ഞങ്ങളിതാ ലിഫ്റ്റിൽ കയറുന്നു, റെസ്റ്റോറൻറ്റിനോട് ബൈ ബൈ പറയുന്നു. ഞങ്ങളുടെ ടൂർ ഗൈഡ് ഡയറക്ഷൻ തുടങ്ങി കഴിഞ്ഞു. എന്തൊക്കെയാ? ഫസ്റ്റ് റോയൽ ബ്രിഗാഡിയ, റോയൽ മ്യൂസിയം. അവിടെ ഒരു 1 hour. ഓക്കെ, അതിനുശേഷം നമ്മൾ ഗുജറാത്തിൽ പോകുന്നു. പിന്നെ കുറച്ച് റിലാക്സ്. ഓക്കെ ഓക്കെ, അതുപോലെ ആകാം അല്ലേ ഏട്ടാ? ഇപ്പം ഞങ്ങൾ മ്യൂസിയത്തിലെത്തി. നോക്കൂ, ഇവിടെ നമ്മൾ ലാസ്റ്റ് ടൈം വന്നൊന്ന് പോയതാ, പക്ഷേ ഫ്രൈഡേ ഹോളിഡേ ആയിരുന്നു. സോ ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്. സോ വി ആർ ഗോയിങ് ടു സ്റ്റെപ്പ് ഇൻ. കറങ്ങി നമ്മുടെ ഇന്ത്യൻ ഹൈ കമ്മീഷണർ കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റും കണ്ടു കേട്ടോ. ഇതാ, ഇതാണ് കംപ്ലീറ്റ് അന്നത്തെ പ്രൊസഷൻ്റെ ഒരു കംപ്ലീറ്റ് റെപ്ലിക്ക നമുക്ക് ഈ മ്യൂസിയത്തിൽ വെച്ചിരിക്കുക. ഓക്കെ, നമുക്ക് കാണാം. അങ്ങനെ ഈ റോയൽ മ്യൂസിയം ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. അതൊന്നൊരു അഭിപ്രായമില്ല. ഇറ്റ്സ് വർത്തി. പോകുന്നത് എംപയർ എംപയർ ഹോട്ടൽ
ഹോട്ടലിലേക്കാണ്. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി കാര്യം. നമ്മൾ കയറാൻ പോവുക. ഒരു തുറന്നു തരുവാണ് കേട്ടോ. ഒരു സന്തോഷമായിരുന്നു. എത്ര ആതിഥ്യ മര്യാദയാന്ന് നോക്കി. ഹലോ. Hello. എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. Hi. So, Thank you so much for coming. thank you so much. Uncle, auntie, thank you so much. And Rajiv, thanks for all the arrangements. ഒരാഴ്ചത്തെ അടിപൊളി ലൈഫ്. എന്താ പറയാ, ലൈഫ് ലോങ് ഫ്രണ്ട്സ്. Right. എത്തി കേട്ടോ എയർപോർട്ടിൽ. അത്ര അടുത്താണ്. വിത്തിൻ 5 minutes ആണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 1 കിലോമീറ്റർ ഉള്ളൂ. യാ രാജീവ്, താങ്ക് യു സോ മച്ച്. അപ്പം ഞങ്ങളെ ബോർഡിംഗ് ആയിരിക്കുന്നു. ഇനി കുലാലംപൂർ ചെന്നിട്ട് ബാക്കി. അങ്ങനെ കുലാലംപൂർ വന്നിറങ്ങി. അങ്ങനെ ഞങ്ങൾ കുലാലംപൂരിൽ നിന്ന് കൊച്ചി ഫ്ലൈറ്റിലേക്ക് കയറി. നമ്മളുടെ ബ്രൂണൈയിൽ ഇങ്ങനെ ചൂടാൻ പാടില്ല കേട്ടോ, ഇങ്ങനെ പറയാവുള്ളൂ. അപ്പം ഞങ്ങൾ കൊച്ചി ഫ്ലൈറ്റിൽ കയറി. രാജ്പിള്ളയ്ക്ക് ഉറക്കം വരുവാണ്. ഞങ്ങൾ ലാൻഡ് ചെയ്തു. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്.